നമസ്കാരം, വെൽക്കം ടു അനദർ വീഡിയോ ട്രാവൽ ടു കുംലി പാർട്ട് 3. അപ്പോൾ ഇന്ന് ആനവിലാസത്തിലെ വീടാണിത്. നേരത്തെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ താമസിച്ചിരുന്നൊരു സ്ഥലമാണ് ആനവിലാസം. ഇവിടുത്തെ വീടും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനും ഓർമ്മകൾ പുതുക്കാനും ഒക്കെയാണ് ഞങ്ങൾ ആനവിലാസത്തിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു വീട് നല്ല ഭംഗിയായിരുന്നു. നല്ല ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഹൈ റേഞ്ചിലെ ക്ലൈമറ്റിനെ പറ്റി പറയണ്ടല്ലോ, അടിപൊളിയാണല്ലോ. നല്ല കാറ്റും, നമുക്ക് എപ്പോഴും ഒരു റിഫ്രഷിങ് ആൻഡ് ഒരു ഗുഡ് ആൻഡ് വാംത് ഫീലിംഗ് ആണല്ലോ എപ്പോഴും അവിടെ ലഭിക്കുന്നത്. ഈ ഒരു എവർഗ്രീൻ ഓർമ്മയിലെ 90s കിഡ്സിന് പ്രത്യേകം അറിയായിരിക്കും. പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഒരു പ്രധാനിയായിരുന്നു ഇയാൾ. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ കുറേ പോണ്ട്, ചെടികൾ, പ്ലാന്റ്സ് ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ നെയ്ബേഴ്സിനെയൊക്കെ കണ്ടു. അല്പസമയം എല്ലാവരുടെയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എല്ലാവരോടും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഞങ്ങൾ അവിടുന്ന് നേരെ വണ്ടി വിട്ടത് അനീഫ ബിരിയാണി കഴിക്കാനാണ്. റാൻഡംലി ഒരു സ്പോട്ട് തപ്പിയതാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതൊരു ചെന്നൈ സ്റ്റൈലായിരുന്നു. പക്ഷേ വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണോന്ന് അറിയത്തില്ല, എനിക്ക് ഒരുപാട് രുചി തോന്നി. പിന്നെ നല്ലൊരു ഒരു ക്യാരറ്റിൻ്റെ ഒരു ഡെസേർട്ടും അതുപോലെ തന്നെ ഒരു ഗ്രേവിയൊക്കെ ആയിട്ട് നമ്മുടെ കേരള സ്റ്റൈലല്ല, ഒരു ചെന്നൈ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. ഈ ഒരു ബിരിയാണി എല്ലാവർക്കും തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. യാത്രകൾ നമ്മൾക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒന്നാണ് അല്ലേ. നമ്മൾ ജീവിത തിരക്കുകളിൽ നിന്ന് മാറി കുടുംബവുമൊത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് എല്ലാവരും ഒരു റൂഫിൻ്റെ കീഴിലിരുന്ന് തമാശകൾ പറയാനും ചിരിക്കാനും മനസ്സുറക്കാനും ഒക്കെ സാധിക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് കൂടെ നല്ലതാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ യാത്രകൾ ദ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു മഴയൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പലയിടത്തും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ ഒരു ക്ലൈമറ്റാണ്. ഇങ്ങനെ വണ്ടികൾ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. എപ്പോഴും യാത്രകൾ എല്ലാവർക്കും സ്പെഷ്യലായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ ഒരു സമയം യാത്ര ചെയ്യുമ്പോൾ ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ബട്ട് ഞങ്ങളെല്ലാവരും നല്ല തമാശയൊക്കെ പറഞ്ഞ് അപ്പോഴത്തേന് കേരള ബോർഡറായി.